ഞാൻ വോട്ടിടാൻ പോകാൻ വേണ്ടിയിട്ട് അഭിജിത്തിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് കേസ്. അപ്പോഴാണ് ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതേ കണ്ടില്ലേ, അഭിജിത്ത് വണ്ടി കഴുകുകയാണ് ഗൈസ്, വണ്ടി കഴുകുകയാണ്. നല്ല നീറ്റാക്കി എടുക്കാനാണ് നോക്കുന്നത്, സുന്ദര കുട്ടപ്പനാക്കി എടുക്കുന്നുമുണ്ട് ഇലക്ഷൻ ബൂത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ റൂമിലോട്ട് തിരിച്ചു വന്ന് കുലശ്രീ പാട്ടും കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ഇലക്ഷൻ ബൂത്തിലോട്ട് പോകണം. അങ്ങനെ ഞാനും ഗോവിത്തിൻ്റെ അമ്മയും അഭിജിത്തും കൂടി പോയി. നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് വോട്ടിട്ടിട്ട് ഇറങ്ങിയതിന് ശേഷം എന്താ, എൻ്റെ സ്കൂളാണ്, ഞാൻ പഠിച്ചിരുന്ന സ്കൂളാണ്. ഇത് ഓഡിറ്റോറിയമാണ് കേട്ടോ. നല്ല വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പലരും പറയുന്നത്. നല്ല നല്ല വികസനങ്ങൾ ഉണ്ടാക്കി. നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു എന്താ പറയുക, ചെറ്റക്കുടിൽ കണക്കായിരുന്നു നമ്മളെ ക്ലാസ് റൂമൊക്കെ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തുമാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാനും വോട്ടിട്ടു ഗൈസ്, ഞാൻ വോട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് ഗോവിത്തിൻ്റെ അമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. ഈ ക്ലാസ് മുറിക്കകത്താണ് നമ്മൾ വോട്ടിങ് ചെയ്തത്. അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഓരോ ബിൽഡിങ്ങിനും ഓരോ പേരൊക്കെ ആയിരുന്നു. ഇതാണ് +1 +2 ഒക്കെ ബാച്ചുകാർ പഠിക്കുന്ന ക്ലാസ് റൂം. ഇത് ഗ്രൗണ്ട്. ആ മഞ്ഞ ബിൽഡിങ് നേഴ്സറി ആയിരുന്നു. പിന്നെ ഞാൻ എന്നെ ഇനി കണ്ടില്ല എന്ന് ആരും പറയരുതല്ലോ, ഞാൻ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ് ഗൈസ്. ആ ഇരിക്കുന്നത് സ്റ്റമ്പൊക്കെ ആയിരുന്നു. ഈ കാണുന്ന മഞ്ഞ ബിൽഡിങ്ങാണ് നേഴ്സറി. ഇതിൻ്റെ അടുത്തുള്ള മതിൽ കൂടിയാണ് ചാടി വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ മറ്റേ ഗ്രില്ല് പോലത്തെ സംഭവങ്ങൾ വെച്ച് കെട്ടിയിട്ടുണ്ട്. വൈകുന്നേരം ചാടി വന്ന് ഇവിടെ ക്രിക്കറ്റ് കളിക്കലൊക്കെ ആയിരുന്നു പരിപാടി, മെയിൻ പരിപാടി പണ്ടൊക്കെ പഠിച്ചിരുന്ന സമയത്ത്. ഈ മരം നിൽക്കുന്നില്ലേ, ഇവിടെയായിരുന്നു എൻ്റെ ക്ലാസ് റൂം. അത് ഇടിച്ച് പൊളിച്ച് വൃത്തിയാക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇറങ്ങിയ സമയത്ത് വണ്ടി എടുക്കാൻ വേണ്ടി അഭിജിത്ത് പോയപ്പോൾ ആ വീഡിയോ എടുത്തപ്പോൾ അവൻ ചോദിക്കുകയാണ് എന്തിനാണ് വേറെ ജോലിയില്ല എന്നൊക്കെ ചോദിക്കും. ഞാനും പിന്നെ അതൊന്നും മൈൻഡാക്കാതെ വീഡിയോ ഒക്കെ എടുത്ത് ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഫോർ മോർ വീഡിയോസ് കൺസിഡർ ടു ഫോളോ. താങ്ക് യു സോ മച്ച്. യുവേഴ്സ് ഓൺലി അരവിന്ദർ ശിവകുമാർ. വീഡിയോ ഇത്രയും.